കെ ടി കുഞ്ഞിക്കണ്ണൻ, വടകരയിൽ ഹരിഹരൻ നടത്തിയിട്ടുള്ള സ്ത്രീവിരുദ്ധ പരാമർശത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും അതിൽ നിയമ നടപടികൾ ഉണ്ടാകേണ്ടതുമാണ്. അപ്പോൾ അതിനിടയിൽ അങ്ങയുടെ വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിയ, വീടിന് മുമ്പിൽ പോയി അസഭ്യം വിളിക്കുക എന്നൊക്കെയുള്ളത് എന്ത് രീതിയാണ്? ഒരു ഗോത്രീയ വൈരത്തിൻ്റെ സാഹചര്യത്തിലേക്ക് വടകരയിലെ കാര്യങ്ങൾ മാറുകയാണോ? വടകരയിലെ കാര്യങ്ങളെ ഇന്നത്തെ രീതിയിലുള്ള ഒരു വിദ്വേഷ അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് UDF ആണ്. ഏറെക്കുറെ 2 മാസം നീണ്ടുനിന്ന തുടർച്ചയായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ ശൈലജ ടീച്ചറുടെ വ്യക്തിത്വത്തെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ അപകീർത്തിപ്പെടുത്തുന്ന നിരന്തരമായ സൈബർ ആക്രമണങ്ങൾ, അതുകൊണ്ടൊന്നും തകരുന്നതല്ല ടീച്ചറുടെ വ്യക്തിത്വം എന്ന് വന്നപ്പോൾ ടീച്ചറെ ഇസ്ലാം വിരുദ്ധയാക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ, നിങ്ങളുടെ വരെ ഓൺലൈൻ മാതൃകാ പേജ് ഉണ്ടാക്കി ടീച്ചർ കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് പ്രസ്താവിച്ചു എന്ന രീതിയിലടക്കം മാധ്യമങ്ങളെ വരെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അത്തരം പ്രചരണങ്ങൾ നടന്നു. ആ പ്രചരണങ്ങൾ വടകരയിലെ ജനമനസ്സുകൾ ഉണ്ടാക്കുന്ന വിള്ളലുണ്ട്. അതിനെ പ്രതിരോധിക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കാലത്തും അതിനുശേഷവും ശ്രമിച്ചത്. ആ ശ്രമങ്ങൾ കോൺഗ്രസിനെയും UDF-നെയും സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതിരോധം സൃഷ്ടിച്ചിട്ടുണ്ട്. വടകരയിൽ ഉത്തരവാദിത്തമാണോ ഇത്? ഇപ്പോൾ കാഫിർ ആണ് ശൈലജ ടീച്ചർ, ദീനിയായ ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്യണം എന്ന് ലീഗിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരണം നടക്കുന്നു എന്നുള്ളത് ഇലക്ഷന് തൊട്ട് മുമ്പ് വ്യാപകമായി പ്രചരിച്ച ഒരു കാര്യമായിരുന്നു, ഒരു സോഷ്യൽ മീഡിയ സ്ക്രീൻഷോട്ടായിരുന്നു. ആരാണ് ശൈലജ ടീച്ചറെ കാഫിർ എന്ന് വിശേഷിപ്പിച്ചത്? അങ്ങനെ ഒരു ചർച്ച മുസ്ലിം ലീഗ് കേന്ദ്രങ്ങൾ നടത്തിയോ? ഇപ്പോൾ ഇന്ന് പാറക്കൽ അബ്ദുള്ള SP നേരിട്ട് പരാതി കൊടുത്തിരിക്കുകയാണ്. ഇത്രയും ദിവസമായല്ലോ കണ്ടുപിടിക്കണ്ടേ? അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ അവരുടെ മത സ്വത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ആ നിലയിൽ ചിത്രീകരിക്കുകയും മറുഭാഗത്ത് മതം പറഞ്ഞ് വോട്ട് പിടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനോടകം കണ്ടെത്തണ്ടേ ആരാണ് അവരെ അങ്ങനെ ചെയ്തത് എന്നുള്ളത്? ഇനിയും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. കേരളം ഇടതുപക്ഷമല്ലേ ഭരിക്കുന്നത്? അല്ല, അത് പോലീസ് കണ്ടുപിടിക്കട്ടെ. അഭിലാഷ്, ഞാൻ പറയുന്നത് എന്നെ ഒന്ന് പറയാൻ അനുവദിക്കേ. ടീച്ചർ ഇസ്ലാമിക വിരുദ്ധയാണെന്നും പ്രവാചകനെ വരെ നിന്ദിച്ച മഹാമുസ്ലിം വിരുദ്ധയാണ് എന്ന രീതിയിൽ അരുൺകുമാറിൻ്റെ അഭിമുഖം, അത് കഴിഞ്ഞ് ടീച്ചർ കോഴിക്കോട്ട് കഴിഞ്ഞ വർഷം ഒരു സെമിനാർ നടത്തിയ പ്രസംഗം, ഇതെല്ലാം കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് തങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ വ്യാപകമായി 100 കണക്കിന് UDF നേതാക്കന്മാരുടെ ഹാൻഡിലുകളുടെ പ്രചരിപ്പിച്ചു. ഈ പ്രചരണത്തിൻ്റെയൊക്കെ അവസാന ഘട്ടം എത്തുമ്പോഴേക്ക് എന്താണ്, നെടുമ്പ്രമണ്ണ യൂത്ത് ലീഗ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ പേജിൽ നിന്നാണ്, അവരുടെ പേജിൽ നിന്നാണ് കാഫറെന്ന്, അത് മറ്റാരെങ്കിലും ഫേക്കായി ഉണ്ടാക്കിയതാണെന്നുള്ള ആരോപണം ലീഗിനുണ്ട്. അത് അന്വേഷിക്കട്ടെ, വസ്തുതകൾ പുറത്തു വരട്ടെ. പക്ഷേ വടകരയിലെ ഈ വർഗീയ വിദ്വേഷ പ്രചരണത്തിനും ടീച്ചറെ പോലെ 68 വയസ്സുള്ള കേരളം സമൂഹം പൊതുവെ ഒരു അമ്മയെപ്പോലെ പരിഗണിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകർക്കെതിരായിട്ട് ഏറ്റവും അശ്ലീലകരമായ പ്രചരണം നടത്തി സ്ഥിതിഗതികളെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ച UDF-നെ കാണാതെ UDF-ഉം LDF-ഉം ഒക്കെ ഒരേപോലെ പ്രചരണം നടത്തി എന്ന രീതിയിൽ അങ്ങനെ ഒരു സമീകരിച്ച ചർച്ച, ആ രീതിയിലുള്ള ഒരു ഇൻട്രോ അഭിലാഷിനെ പോലെ ഒരാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ ബോധപൂർവം, വളരെ കോൺഷ്യസ് ആയിട്ട്. അതിൽ പ്രധാന കാരണം എന്താണ്, സമസ്ത ഉൾപ്പെടെയുള്ള പരമ്പരാഗത UDF-നെ പിന്തുണക്കുന്ന വിഭാഗങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടീച്ചറെ ഇസ്ലാം വിരുദ്ധയാക്കണം. ഈ രീതിയിൽ വർഗീയമായ ലക്ഷ്യത്തോടെ വിദ്വേഷ പ്രചരണ ഉദ്ദേശത്തോടു കൂടി പ്രചരണം ആരംഭിച്ചതും പ്രചരണം 2 മാസക്കാലവും തുടർച്ചയായി തുടർന്നതും ആ പ്രചരണം ഉണ്ടാക്കിയ സാമൂഹ്യമായ രോക്ഷത്തെ മറികടക്കാൻ വേണ്ടി വടകരയിൽ മിനിഞ്ഞാന്ന് എന്താണ്, വലിയ സമ്മേളനം സംഘടിപ്പിച്ചു. ആ സമ്മേളനത്തില് സ്ത്രീവിരുദ്ധ പ്രസ്താവന മാത്രമല്ല RMP നേതാവ് നടത്തിയത് മുക്കം ഉമ്മർ ഫൈസിയെ പോലെ വന്ധ്യവയോധികനായ ഒരു മതപുരോഹിതനെതിരായിട്ട് ഏറ്റവും മോശപ്പെട്ട പരിഹസിക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തി എന്ന് മാത്രമല്ല, അത് സംഘടിപ്പിച്ച ആളുകളെ അങ്ങേയറ്റം പരിഹസിക്കുന്ന രീതിയിൽ പ്രസംഗിച്ചു. ഒരു നിസ്കാരപ്പായ വിരിച്ചു കൊടുക്കുന്നത്, നിസ്കാരം നടത്തുന്നത് അങ്ങനെ പരിഹസിക്കേണ്ട കാര്യമാണോ? ഇത് RMP നേതാവിന്റെ ഒറ്റ പ്രസ്താവനയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. അതിനപ്പുറത്ത് അവിടെ പ്രതിപക്ഷ നേതാവുണ്ട്, VD സതീശനുണ്ട്, ഷാഫി പറമ്പിലുണ്ട്, മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന PMA സലാമുണ്ട്. ഇവരൊക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ നിന്നാണ് ഇതുണ്ടായത് എന്നുള്ളത് അത്ര നിസ്സാരമായ കാര്യമല്ല അഭിലാഷേ. അതിനെയൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ ഈ ചർച്ച നടത്തേണ്ടത്.